തിരഞ്ഞെടുപ്പിൽ പെരുന്നാൾ അവധിയും ആയുധമാവുമ്പോൾ ഇടതുപക്ഷം തെളിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു വാർത്ത പുറത്തേക്കെത്തുന്നത്. പെന്തകോസുകാരുടെ പ്രാർത്ഥന അരോചകവും അനാവശ്യവുമാണെന്ന CPM കേന്ദ്ര കമ്മിറ്റി ക്ഷണിതാവും രാജ്യസഭാ അംഗവുമായ ജോൺ ബ്രിട്ടാസ് പറഞ്ഞതിനെതിരെ പ്രതിഷേധവുമായി പെന്തകോസ് സഭകൾ രംഗത്ത്. ഹിന്ദിയിലെ പ്രശസ്ത യൂട്യൂബറായ സംദിഷ് ഭാട്ടിയയുടെ അൺഫിൽറ്റേർഡ് എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് രാജ്യത്തെ പെന്തകോസ് വിശ്വാസികളെ അധിക്ഷേപിക്കുന്ന പ്രസ്താവന ബ്രിട്ടാസ് നടത്തിയത്. ബ്രിട്ടാസുമായുള്ള അഭിമുഖം സംദിഷ് നടത്തിയത് കഴിഞ്ഞ മാസം ഒടുവിലാണ്. പെന്തകോസ് സഭ ഒന്നടങ്കം ഇതിനെതിരെ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. ഇതിനോടകം 7.5 ലക്ഷം പേരാണ് ആ അഭിമുഖം കണ്ടിരിക്കുന്നത്. പഞ്ചാബിലെ അറിയപ്പെടുന്ന പെന്തകോസ്ത് പ്രാസംഗികനായ പാസ്റ്റർ ബജീന്ദറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന അഭിമുഖത്തിൽ സംദിഷ് ചോദിച്ചപ്പോഴാണ് ബ്രിട്ടാസ് അതിനുള്ള മറുപടി നൽകിയത്. അവിടെയാണ് പെന്തകോസ്ത് പ്രാർത്ഥനാ രീതികൾക്കെതിരെ പറഞ്ഞിരിക്കുന്നത്. ഈ പെന്തകോസ്തുകാരുടേത് അധിക പ്രസംഗമാണ്. എല്ലാ തെരുവുകളിലും പോയി ബൈബിൾ വായിക്കുക, ഇതൊക്കെ കാണുക, എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് ബഹളം കൂട്ടുക, അലമ്പുണ്ടാക്കുകയും ചെയ്യുക. ഏതൊരു പ്രവൃത്തിയും അധികമായാൽ നന്നല്ല. സംഘടിതവുമായ ഇത്തരം പ്രാർത്ഥനാ രീതികളോട് യോജിപ്പില്ല. ഇതാണ് ബ്രിട്ടാസ് അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ സ്വകാര്യവും വ്യക്തിയുടെ ആന്തരികവുമായ അനുഭവവും ആയിരിക്കണമെന്ന് ബ്രിട്ടാസ് പറഞ്ഞു. ഒരു വിശ്വാസ സമൂഹത്തെ അപമാനിച്ച് ജോൺ ബ്രിട്ടാസ് MP നടത്തിയ പരാമർശത്തിൽ വേദനയുണ്ടെന്ന് ഇന്ത്യൻ പെന്തകോസ്ത് ദൈവസഭയുടെ കേരള സ്റ്റേറ്റ് സെക്രട്ടറി പാസ്റ്റർ ധാനിയേൽ കൊന്നനിൽക്കുന്നതിൽ പ്രതികരിച്ചു. എല്ലാ വിശ്വാസ സമൂഹങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്നവരാകണം രാഷ്ട്രീയ നേതാക്കൾ. വിശ്വാസത്തിന്റെ പേരിൽ ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത വിധം പെരുമാറരുത്. ഞങ്ങൾ കൈയടിക്കുകയും പാട്ടുപാടുകയും മാത്രമാണ് ചെയ്യുന്നത്. ബ്രിട്ടാസിന്റെ അഭിമുഖം മുഴുവനായി കണ്ടിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചെറിയ ഭാഗമാണ് കണ്ടത്. അതുകൊണ്ട് വിശദമായ അഭിപ്രായം പറയുന്നില്ല. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുത്തണമെന്നാണ് ആവശ്യപ്പെടുന്നതെന്ന് പാസ്റ്റർ ധാനിയേൽ പറഞ്ഞു. രാജ്യത്തെ ഏറ്റവും വലിയ പെന്തകോസ്ത് സഭയാണ് ഇന്ത്യൻ പെന്തകോസ്ത് എന്നും ഓർമ്മിപ്പിച്ചു. രാജ്യത്തെ ഏറ്റവും വലിയ പെന്തകോസ്ത് സഭയാണ് ഇന്ത്യൻ പെന്തകോസ്ത് ചർച്ച്. പെന്തകോസുകാരെ പുച്ഛിക്കുകയും അവഹേളിക്കുകയും ചെയ്ത ജോൺ ബ്രിട്ടാസ് മാപ്പ് പറയണമെന്നും പറഞ്ഞ വാക്കുകൾ പിൻവലിക്കണമെന്നും പെന്തകോസ്തൻ കൗൺസിൽ ഓഫ് ഇന്ത്യ നാഷണൽ കൗൺസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും ഏത് പൗരനും ഭരണഘടന അനുവാദം നൽകുമ്പോൾ ഇത്തരം പ്രസ്താവന അപലപനീയമാണ്. കേരളത്തിൽ ന്യൂനപക്ഷ സംരക്ഷകരെന്ന് അവകാശപ്പെടുകയും ഡൽഹിയിലെത്തി ന്യൂനപക്ഷ വിരുദ്ധത പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഇരട്ടത്തപ്പാണ്. പെന്തകോസ്തുകാരുടെ മൊത്തമായി അധിക്ഷേപിക്കുകയാണ് ഈ പ്രസ്താവന. അത് പിൻവലിക്കണമെന്ന് PCI നാഷണൽ പ്രസിഡന്റ് പാസ്റ്റർ KJ ജോസഫും സെക്രട്ടറി ജോജി ഐ മാത്യുവും ആവശ്യപ്പെടുന്നു.